നമ്മൾ പറഞ്ഞ് സുലാനാക്കി. ഓക്കെ, പുള്ളിക്കാരിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി ഇവിടെ വിജയ് മാധവും അതുപോലെ തന്നെ ദേവികയുടെയും രണ്ടാമത് ജനിച്ച പെൺകുട്ടിയാണ്. ആ ഒരു കുട്ടിക്ക് ഈ ഒരു വിജയ് മാധവ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ പേരിട്ടത് ഓം പരമാത്മ എന്നാണ് പേരിട്ടത്. ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷായ സമയത്തുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര നെഗറ്റീവ് കമൻറ്റും അതുപോലെ തന്നെ എന്തിനാണ് കൊച്ചിന് ഇങ്ങനത്തെ പേരിടുന്നതെന്നുള്ള കാര്യങ്ങളായിട്ട് എല്ലാ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണോ കുട്ടികൾക്ക് പേരിടുന്നത്? കാരണം ഇനി അവർ സമൂഹത്തിൽ വരാനുള്ളത്, ആൾക്കാർ കളിയാക്കും, അത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പേരിടുമ്പോഴത്തേന് അത് നോക്കിയും കണ്ട് മാത്രം ഇടണം. കാരണം അവർക്ക് ഭാവിയിൽ അത് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാതിരിക്കണം. സോ അതിന് മുമ്പ് തന്നെ ഈ ഒരു ഇവർക്ക് ആദ്യം ഒരു മോനാണ് ജനിച്ചേക്കുന്നത്. ആ മോനുണ്ടെങ്കിൽ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ പേര് ആത്മജ എന്നാണ്. സോ അതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ പേരിടുന്നത്? അതും ദേവിക അടുത്ത് ചോദിക്കാതാണ്, സ്വയം ഇഷ്ടത്തിനാണ് ഈ വിജയ് മാധവ് ഇട്ടത്. അത് ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയുണ്ടെങ്കിൽ അത് താൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കോളുകൾ വന്നിട്ട് ഞാനിങ്ങനെ മറുപടി പറഞ്ഞ് മടുത്തു. ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ റിയാക്ട് ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം ഞാൻ ഇതോടുകൂടി പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു. ഒരു ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ആത്മജയുടെ പേരിൽ ഒരു ആത്മജ സെന്റർ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡിസൈൻസിന്റെ ഉണ്ടായിരുന്നു. ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെ, അതിന്റെ പേര് ഞാൻ ഓം ഡിസൈൻസ് എന്ന് ഓൾറെഡി ഇട്ട് വെബ്സൈറ്റ് സാധനമൊക്കെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചു. അതുകൊണ്ട് ആ പേരും കൂടെ വരും. സോ അങ്ങനെ വിജയ് മാധവ് എന്ത് ചെയ്ത് സോറി ചോദിച്ചേക്കുവാണ്, ആ പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ട് പറഞ്ഞേക്കുവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കൊച്ചിൻ്റെ പേര് മാറ്റുന്നതായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇനി കുട്ടിയൊക്കെ ജനിച്ചാൽ പേരിടില്ല എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കൊച്ചിൻ്റെ പേര് മാറ്റുന്നതായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിന്നെയും പറയുന്നുണ്ട് പേര് മാറ്റണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുട്ടിയൊക്കെ അത് ഇപ്പോൾ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസ്, ആ ഒരു പേര് വിളിച്ച് തന്നെ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂട്ടുകാരിനി സ്കൂളിലൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കളിയാക്കാനുള്ള ചാൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം ഇപ്പോഴത്തുള്ള സമൂഹം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയെന്ന് പറഞ്ഞാലും അങ്ങനെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, കോളേജിൽ പഠിച്ച തേർഡ് ഇയർ പിള്ളേരെല്ലാം കൂടെ ഫസ്റ്റ് ഇയറിൽ വന്ന കുട്ടിയെ റാഗ് ചെയ്യുന്ന ആൾക്കാർ റാഗ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ക്രൂരതയൊക്കെയാണ് ചെയ്തത്. അവരെ ഇപ്പോൾ വരെ ചെയ്യുന്നുണ്ട്. സോ അപ്പോഴത്തേന് അത്രയ്ക്ക് ക്രൂരമായിട്ട് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പേര് വരുമ്പോഴത്തേന് അത് കളിയാക്കുന്നത് ഭയങ്കരമായിട്ട് കൂടും. അത് ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് കൊണ്ടുവരാൻ വരെ ചാൻസ് ആവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ അവർ ഈ അടുത്തതായിട്ട് ജീവിക്കാനുള്ളതാണ്. സോ അവരുടെ പേരുകൾ കറക്റ്റായിട്ട് ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് പരിഹാസം കേൾക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവരെ സാരമായിട്ട് ബാധിക്കും. അത് ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. സോ ഇപ്പോഴത്തേന് ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള ഇത് കണക്ക് മാപ്പ് പറഞ്ഞു, ഇനി ഇത് കണക്ക് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും കൊച്ചിൻ്റെ പേര് മാറ്റിയിട്ടില്ല. അത് മാറ്റണമെന്നാണ് കുറേ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ തെറ്റ് ചെയ്തെന്ന് തോന്നി അതിന് മാപ്പ് പറഞ്ഞതിന് ഉറപ്പായിട്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബട്ട് എന്തിനാ പോലും ആ കുട്ടിയുടെ പേര് മാറ്റണമെന്നാണ് കുറേ പേര് കമൻറ്റ്സ് ഇടുന്നത്. സോ എനിക്കും ആ ഒരു പേര് മാറ്റണമെന്ന് തന്നെയാണ് താല്പര്യം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സോറി ചോദിച്ചത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ആ ഒരു വ്യക്തിയെടുത്ത് പറയാനുള്ള, ഇപ്പം സ്വന്തം കുട്ടിയാണ് പേരൊക്കെ ഇടാം, അത് ഓക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറച്ച് എന്താ പറയുക, കുട്ടിക്ക് ഭാവിയിൽ ദോഷം ഉണ്ടാവാത്ത രീതിയിൽ വേണം ചെയ്യാൻ.